നമ്മൾ റോഡിലേക്ക് ഇറങ്ങി മുട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും എഞ്ചിനീയർ ആയിരിക്കും അല്ലെങ്കിൽ ബംഗാളി ആയിരിക്കും എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ ചെറുപ്പക്കാരും പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റേഴ്സാണ്. അവിടെ എവിടെയാണ് ഗ്രോത്ത് ഫാദറിൻ്റെ പ്രസക്തി? യെസ്, ആദ്യത്തെ ഒരു പാർട്ട് ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്ന പേഴ്സൺ തന്നെ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആക്ടിവിറ്റീസിൻ്റെ കോമ്പിനേഷനാണ്. ചിലപ്പോൾ അവർ SEO എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ കോണ്ടൻറ് റൈറ്റർ ആവാം, ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആവാം, ഒരു ഗൂഗിൾ ആഡ് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളാവാം. പക്ഷെ ഇവരെല്ലാവരെയും നമ്മൾ വിളിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ളതാണ്. അതുതന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ സെലക്ട് ചെയ്യുമ്പോഴും ആൾക്കാർക്ക് വരുന്ന മിസ്റ്റേക്ക്. കാരണം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ ഒരാളെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് ആയത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സെയിൽസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗ്രോത്ത് ഫാദർ ഫോക്കസ് ചെയ്യുന്നത് സെയിൽസ് കൊണ്ടുവരാൻ, ഇമ്മീഡിയറ്റായി സെയിൽസ് കൊണ്ടുവരാൻ ചെയ്യേണ്ട ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്ത് കമ്പനിയെ ഹെൽപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിലേക്കാണ് കൂടുതൽ ഗ്രോത്ത് ഫാദർ ഫോക്കസ് ചെയ്യാറ്. അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഒരു കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ എൻ്റെ ഈഗിൾ അറ്റൻഡ് ചെയ്ത നിരവധി ആൾക്കാർ താങ്കളുടെ ക്ലയൻസ് ആണ്. അവരെല്ലാം ഹാപ്പിയാണ്. ഞാൻ തന്നെ റെഫർ ചെയ്ത് പല ആൾക്കാരും താങ്കളുടെ അടുത്ത് വന്നിട്ടുണ്ട്. എന്താണ് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ആ സർവീസ് ഡിഫൈൻ ചെയ്യുന്നത്? പ്രധാനമായിട്ടും അവരുടെ സെയിൽസ് ഗ്രോത്ത് തന്നെയാണ് ഫസ്റ്റ് ലെവൽ. അത് പോസിബിൾ ആവുകയാണെങ്കിൽ ഞങ്ങളുടെ ഓൺലി വൺ തിങ് അവരുടെ സെയിൽസ് ഗ്രോത്ത്. ഞങ്ങൾക്ക് പല റീസെൻറ്റ് സ്റ്റോറീസ് ഉണ്ട്. ഓൾമോസ്റ്റ് പല കമ്പനികളിലേക്കും മോർ ദാൻ 1 കോടി മന്ത്ലി വെച്ച് ഞങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 7, 6, 8 മന്ത് എടുക്കുമ്പോഴേക്ക് മന്ത്ലി 1 crores വെച്ചിട്ട് നമുക്ക് ആഡ് ഓൺ അഡീഷണൽ റവന്യൂ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇതുതന്നെയാണ് ആക്ച്വലി ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതും. ഇതുപോലെ നമുക്ക് അതിനു വേണ്ട സ്റ്റെപ്പുകളിലേക്കാണ് നമ്മൾ ചെയ്യുക. ചിലപ്പോൾ അത് ലീഡ് ജനറേഷൻ ആവാം, ചിലപ്പോൾ അവിടെ മാത്രം നിന്നോളണമെന്നില്ല. അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ബെസ്റ്റ് റിസൾട്ട് എടുത്ത് കമ്പനിയുടെ ഓവറോൾ സെയിൽസ് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അതിലേക്കാവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക.